വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രശ്മി ഗോപാൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21-ന്. വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. അടുത്ത വർഷം മുതൽ പരീക്ഷ ഓൺലൈൻ. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന് നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചു. മെയ് 3-ന് നടന്ന പരീക്ഷയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കിയത്. അക്കാദമിക് സെഷൻ വൈകാതിരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെരുമ്പാവൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് തൂങ്ങി മരിച്ചു. മകനും ഗുരുതര പരിക്ക്. പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടി പ്ലാവിടപ്പറമ്പിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. അംബികയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ചന്ദ്രനാണ് തൂങ്ങി മരിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിലാണ് ചന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മകൻ സനലിന് വെട്ടേറ്റിട്ടുണ്ട്. സനലിനെ ഗുരുതര പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അംബികയെ വെട്ടുകത്തി പോലുള്ള മാരക ആയുധം ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഇവരുടെ ശരീരത്തിൽ നിരവധി തവണ വെട്ടേറ്റിട്ടുണ്ട്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് വിവരം. പമ്പിൽ കയറി ഞെട്ടണ്ട. കേരളത്തിൽ പെട്രോളിനും ഡീസലിനും വിലയിലുണ്ടായ മാറ്റം 4 വർഷത്തിന് ശേഷം 3 രൂപയിലേറെ കൂടി. സംസ്ഥാനത്തും പെട്രോൾ ഡീസൽ വിലയിൽ വർധനവ്. നിലവിൽ തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് 110.64 രൂപയാണ് വില. ഡീസലിന് 99.41 രൂപയും പവർ പെട്രോളിന് 120.72 രൂപയുമാണ് നിലവിലെ വില. മെയ് 15-ന് വില വർദ്ധിക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു എണ്ണക്കമ്പനികളുടെ ആവശ്യം. എന്നാൽ 3 രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത്. CNG വില കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിച്ചു. കാസർഗോഡ് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ലോറി നിർത്തിയിട്ടു. ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തി. റോഡിന് മധ്യഭാഗത്തായി 20 മീറ്ററിലധികം നീളത്തിലാണ് വിള്ളലുണ്ടായത്. വിള്ളൽ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വിള്ളലിന് മുകളിലായി ലോറി നിർത്തിയിട്ടുവെന്നും ആരോപണമുണ്ട്. വളരെ ചെറിയ വിള്ളലാണെന്നും സാരമുള്ളതല്ലെന്നും ഉടൻ പരിഹരിക്കുമെന്നും ദേശീയപാത അധികൃതർ അറിയിച്ചു. KSRTC സൗജന്യ യാത്ര വാഗ്ദാനം വൈകുന്നു. സംസ്ഥാനത്ത് മഹിളാ മോർച്ച പ്രതിഷേധം. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര കോൺഗ്രസിന്റെ ഉറപ്പ് ഉടൻ പാലിക്കണമെന്ന് മഹിളാ മോർച്ച പ്രതിഷേധം. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നടത്തി പ്രതിഷേധവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ രംഗത്തെത്തി. കാസർഗോഡും കോഴിക്കോടും തിരുവനന്തപുരത്തുമാണ് പ്രതിഷേധം നടന്നത്. കാസർഗോഡ് മഹിളാ മോർച്ച പ്രവർത്തകർ കയറിയ ബസ് നിർത്തിയിട്ടു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.